എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ഫൈനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് നോക്കാം. അതായത് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എക്സെട്ര. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഒരു ഫൈനാൻഷ്യൽ വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ആണ്. എന്താണ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക്? ഇറ്റ് റെപ്രസെന്റ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. വെൻ യു ബൈ ഷെയർസ് ഓഫ് എ കമ്പനി യു ബിക്കം എ പാർട്ട് ഓണർ, ഓൾസോ കോൾഡ് ഷെയർ ഹോൾഡർ ഓഫ് ദാറ്റ് കമ്പനി. അതായത് ഇപ്പൊ കമ്പനി ഷെയർസ് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ വിറ്റിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഞാൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കമ്പനിയുടെ ഓണർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷെയർസിനെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നാണ് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളെ പറയുന്ന മറ്റൊരു പേരാണ് ഷെയർ ഹോൾഡർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഷെയർ, എന്താണ് സ്റ്റോക്ക് എന്നുള്ള മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഓണർഷിപ്പ് ആണ്. അതിപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, ഇപ്പൊ ഒരു കമ്പനിയുടെ ഷെയർ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്പനിയുടെ ഓണർ ആയിരിക്കും. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഷെയറിംഗ്. ഈ കമ്പനി ഏൺസ് പ്രോഫിറ്റ് ഇറ്റ് മേ ഗീവ് എ പാർട്ട് ഓഫ് ഇറ്റ് ആസ് ഡിവിഡൻഡ്. അതായത് ഇപ്പൊ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യല്ലോ, അപ്പൊ അതിന്റെ ഒരു ഭാഗം ഓണേഴ്സിന് കൊടുക്കണം അല്ലെ. അപ്പൊ ഞാൻ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ഭാഗം തരണം. ഈ പ്രോഫിറ്റിന്റെ ചെറിയ ഭാഗം നമുക്ക് തരുന്നതിനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഓക്കെ, ഈ ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതായത് കമ്പനിക്ക് ഇപ്പൊ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് തരും, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് തരില്ല. അപ്പൊ അത് എത്ര തരും, എത്ര പെർസെന്റേജ് തരും എന്നുള്ളത് ഫിക്സഡ് അല്ല, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ദെൻ പ്രൈസ് ചേഞ്ച്. ദ വാല്യൂ ഓഫ് ഷെയർസ് ഗോ അപ്പ് ഓർ ഡൗൺ ഡിപ്പെൻഡിങ് ഓൺ കമ്പനീസ് പെർഫോമൻസ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. ഇഫ് ഷെയർസ് ഗോസ് അപ്പ് യു ക്യാൻ സെൽ ദ ഷെയർസ് ഫോർ എ പ്രോഫിറ്റ്. അതായത് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അത് ചിലപ്പം കൂടാം, അത് ചിലപ്പം കുറയാം. ഇത് കമ്പനിയുടെ പെർഫോമൻസിനെയും അതേപോലെ തന്നെ ഇക്കണോമിക് കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ 10 രൂപയ്ക്ക് വാങ്ങി എന്ന് വിചാരിച്ചു. ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. നമ്മൾ അത് പർച്ചേസ് ചെയ്തു. അപ്പൊ ഓരോ ദിവസവും ഈ ഷെയറിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ദിവസം ഈ ഒരു ഷെയറിന് 20 രൂപയായി എന്ന് വിചാരിക്കുക, ഇതിന്റെ വാല്യൂ. അങ്ങനെയാണ് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഈ ഷെയർ വിൽക്കാം. അപ്പൊ നമുക്ക് 10 രൂപ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. പിന്നെ അടുത്ത ഒരു ഫീച്ചർ ആണ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഓഫൺ ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഓൺ ഇമ്പോർട്ടന്റ് കമ്പനീസ് മാറ്റേഴ്സ് ലൈക്ക് എലക്ടിംഗ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എക്സെട്ര. അതായത് ഇപ്പൊ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക്, അതായത് ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഓണർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ കമ്പനിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ വോട്ട് ചെയ്യാനുള്ള പവർ, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, 10-20 ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവരെ നമ്മൾ പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്. അപ്പൊ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ എലക്ട് ചെയ്യുമ്പോൾ വോട്ടെടുപ്പ് ഉണ്ടാവും. ഇതിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. കാരണം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണറാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇതിന് അടുത്ത പോയിന്റ് നോക്കൂ, റിസ്ക്. ഇഫ് ദ കമ്പനി ഡസ് ബാഡ്ലി ദ ഷെയർ പ്രൈസ് ക്യാൻ ഫാൾ ആൻഡ് യു മൈറ്റ് ലൂസ് മണി. അതായത് ഇപ്പൊ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് കമ്പനി ഇപ്പൊ മോശമായിട്ട് പെർഫോം ചെയ്താൽ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് താവും, റെഡ്യൂസ് ആവും. അപ്പൊ അതിലൂടെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു നോക്കൂ. ഇമാജിൻ എ കമ്പനി ഡിവൈഡഡ് ഇൻ ടു 1000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. ദാറ്റ് ഈസ് 1000 into 10, 10,000. If you own 1000 shares, you own 10% of the company. അതായത് ഒരു കമ്പനിക്ക് 10,000 രൂപ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ റേസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 10,000-നെ അവര് ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 1000 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഷെയറിന്റെ പ്രൈസ് 10 ആയിട്ട് ഡിസൈഡ് ചെയ്യും.
ഓക്കെ, അപ്പൊ അങ്ങനെ 1000 ഇൻറ്റു 10 ടോട്ടല് 10,000. ഇപ്പൊ കമ്പനിയുടെ ആ 100 ഷെയർ ഞാൻ പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഈ കമ്പനിയുടെ 10% ഓൺ ചെയ്യുന്നത് ഞാനാണെന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ SBI എന്ന് പറയുന്ന ഒരു ബാങ്ക്, അതൊരു ഗവൺമെന്റ് ബാങ്കാണ്. ഈ SBIയുടെ 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് അതിനൊരു ഗവൺമെന്റ് ബാങ്ക് ആയിട്ട് പറയുന്നത്. ബാക്കി ഷെയർ ഹോൾഡ് ചെയ്യുന്നത് മറ്റ് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ. അതായത് ഇപ്പൊ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ 50% കൂടുതൽ ഷെയർ ഗവൺമെന്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ അതൊരു ഗവൺമെന്റ് കമ്പനിയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ഷെയർ അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് എന്നുള്ളത് ക്ലിയർ ആയല്ലോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത സെക്യൂരിറ്റീസ് ആണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ. എന്താണ് ഡിബഞ്ചർ? ഡിബഞ്ചർ ഈസ് എ ലോൺ ഗിവൺ ടു കമ്പനി ബൈ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു ഇൻവെസ്റ്റർ കമ്പനിക്ക് ലോൺ കൊടുക്കുന്നതാണ് ഡിബഞ്ചർ. ഓക്കെ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കടമായിട്ട് കുറച്ച് പൈസ റേസ് ചെയ്യണം, ക്യാഷ് റേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കമ്പനി ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഈ ഡിബഞ്ചർ വാങ്ങും, അതിലൂടെ കമ്പനിക്ക് ക്യാഷ് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള ഓർത്തിരിക്കും. അതായത് കടപ്പത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഷെയർ ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ, എന്നാൽ ഡിബഞ്ചർ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? കമ്പനീസ് ഇഷ്യൂ ഡിബഞ്ചർ ടു റൈസ് മണി ഫോർ ബിസിനസ് ആക്ടിവിറ്റി അല്ലെ, ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ക്യാഷ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്ത് ഇഷ്യൂ ചെയ്യാം? ഡിബഞ്ചർ ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ഹു ബൈ ഡിബഞ്ചേഴ്സ് ആർ കോൾഡ് ഡിബഞ്ചർ ഹോൾഡർ. അതായത് ഡിബഞ്ചർ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ പറയുന്ന പേര് ഡിബഞ്ചർ ഹോൾഡർ എന്നാണ്. നേരത്തെ നമ്മൾ ഷെയർ ഹോൾഡർ എന്താണെന്ന് കണ്ടു. അടുത്തത് ഡിബഞ്ചർ ഹോൾഡർ റിസീവ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റെഗുലർലി. അതായത് ഇപ്പൊ ഡിബഞ്ചർ വാങ്ങുന്ന ആളുകൾ കമ്പനി റിട്ടേൺ കൊടുക്കണമല്ലോ, അതൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മളിപ്പം കുറച്ച് ഫണ്ട് നമ്മളിപ്പം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ബാങ്ക് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് തരിക അല്ലെ, ആ റിട്ടേണിന്റെ പേര് ഇൻട്രസ്റ്റ് എന്നാണ്. അതേപോലെ തന്നെയാണ് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനി ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കണം. അതിനെ പറയുന്ന പേര് ഇൻട്രസ്റ്റ് എന്നാണ്. അത് ഫിക്സഡ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ 10% ഡിബഞ്ചർ എന്നാണ് പറയാ, അങ്ങനെയാണ് അതിന്റെ ടേം ഉണ്ടാവുക, 10% ഡിബഞ്ചർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഡിബഞ്ചർ വാങ്ങുന്ന ആൾക്ക് 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് റെഗുലർലി. ഇപ്പൊ വർഷത്തിലാവാം അല്ലെ മാസത്തിലാവാം. ഓക്കെ, ദെൻ 15% ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കമ്പനി 15% ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് നോക്കൂ. ഡിബഞ്ചേഴ്സ് ആർ യൂഷ്വലി അൺസെക്യൂർഡ്, മീൻസ് ദേ ആർ നോട്ട് ബാക്ക്ഡ് ബൈ ഫിസിക്കൽ അസറ്റ്. അപ്പൊ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആണ്. അതായത് അതിന് നമുക്ക് ഉറപ്പായിട്ടും അതിന് റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ അത് സെക്യൂർഡ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഏറ്റവും സെക്യൂർഡ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏതെങ്കിലും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് അല്ലെ. അപ്പൊ അതിനേക്കാളും റിസ്ക് ആണ് ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് നോക്കൂ. ഇൻ കേസ് എ കമ്പനി ഫെയിലിയർ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ബിഫോർ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇപ്പൊ കമ്പനി ഫെയിലിയർ ആയി, അപ്പൊ കമ്പനി ഓരോരുത്തരുടെ അടുത്ത് നിന്ന് വാങ്ങിയ ക്യാഷ് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അത് ആദ്യം ഈ ലോണൊക്കെയാണ് അടച്ചു തീർക്കുക. അതിനുശേഷം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ ഫണ്ട് കൊടുക്കും. ഏറ്റവും അവസാനം ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് തിരിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ട്രേഡഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഡിബഞ്ചർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ഡിബഞ്ചർ എന്ന് മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. കമ്പനി ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ലോൺ എടുത്ത പോലെയാണ് ഡിബഞ്ചർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അടുത്തത് ബോണ്ട് ആണ്. എന്താണ് ബോണ്ട്? എ ബോണ്ട് ഈസ് എ ലോൺ മെയ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ടു എ കമ്പനി ഓർ ഗവൺമെന്റ്. അതായത് ഇപ്പൊ കമ്പനിക്കോ ഗവൺമെന്റിനോ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ലോൺ എടുക്കണം, അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. നമ്മൾ നേരത്തെ ഡിബഞ്ചർ പറഞ്ഞല്ലോ, അതിന്റെ വേറെ രൂപമാണ് ബോണ്ട്. ഓക്കെ, ബോണ്ട് ഈസ് എ സെക്യൂരിറ്റി നോട്ട് ആൻ ഓണർഷിപ്പ് സ്റ്റേക്ക്. അതായത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈലി സെക്യൂർഡ് ആണ്. ഡിബഞ്ചറിൽ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി കുറവാണ്, പക്ഷെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി സെക്യൂർഡ് ആണ്. ദ ഇഷ്യൂർ ഓർ ബോറോവർ പ്രോമിസ് ടു റീപേ ദ മണി ഓൺ എ സ്പെസിഫിക് മെച്യൂരിറ്റി ഡേറ്റ്. ഈ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ബോണ്ട് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര വർഷത്തിന് ശേഷം ഇത് തിരിച്ചു തരും. ഓക്കെ, ഇപ്പൊ 10 വർഷമാണെങ്കിൽ
ഇപ്പൊ 10 വർഷത്തിന് ശേഷം കമ്പനി എന്ത് ചെയ്യും? ഈ ഫണ്ട് കളക്ട് ചെയ്ത ആളുകൾക്ക് ഈ ബോണ്ടിലൂടെ ക്യാഷ് റൈസ് ചെയ്ത ആളുകൾ എടുത്തുനിന്ന് ഫണ്ട് തിരിച്ചു കൊടുക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇൻവെസ്റ്റേഴ്സ് ആണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് അറ്റ് എ റെഗുലർ ഇന്റർവൽ. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കണമല്ലോ. അതും എന്തായിരിക്കും? ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിനെ കൂപ്പൺ എന്നും പറയാറുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ബോണ്ട് ആർ കൺസിഡേർഡ് സേഫർ ഇൻവെസ്റ്റ്മെന്റ് കമ്പയർഡ് ടു സ്റ്റോക്ക്. അപ്പൊ നമ്മൾ സ്റ്റോക്കും ഡിബഞ്ചർ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബോണ്ട്സ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്, കമ്പനീസ് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. ഗവൺമെന്റും കമ്പനീസും മുനിസിപ്പാലിറ്റീസും ഒക്കെ ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കട്ടോ. ബോണ്ട് ക്യാൻ ബി ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിഫോർ മെച്യൂരിറ്റി. അതായത് മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിന് മുന്നേ ഈ ബോണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇപ്പം 10 വർഷത്തേക്കാണ് ബോണ്ടെങ്കിൽ ഈ 10 വർഷത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ബോണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനടുത്ത് നോക്കൂ. ഇഫ് ദ ഇഷ്യൂർ ഡീഫാൾട്ട്, ബോണ്ട് ഹോൾഡേഴ്സ് ആർ ഗിവൺ പ്രയോറിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റീപേയ്മെന്റ്. അതായത് ഇപ്പൊ 10 വർഷത്തിന് ശേഷം ഈ ക്യാഷ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി അല്ലെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആയി, അങ്ങനെയാണെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിനെ റീപേ ചെയ്യുന്നതിന് മുന്നേ ബോണ്ട് ഹോൾഡേഴ്സിന് അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ബോണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ? ദെൻ അടുത്ത ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് കളക്ട്സ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ്. ദ പൂൾഡ് മണി ഈസ് ഇൻവെസ്റ്റഡ് ഇൻ സ്റ്റോക്ക്, ബോണ്ട് ഓർ അതർ സെക്യൂരിറ്റീസ്. അതായത് മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് ക്യാഷ് കളക്ട് ചെയ്യും. എന്നിട്ട് അതൊരു വലിയ എമൗണ്ട് ആക്കിയിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസി അവർ ഒരുമിച്ച് അത് സ്റ്റോക്കിലും ബോണ്ടിലും മറ്റ് സെക്യൂരിറ്റീസിലും ഇഷ്യൂ ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇതിനടുത്ത് നോക്കൂ. ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് യൂണിറ്റ് ഇൻ ദ മ്യൂച്വൽ ഫണ്ട് ഷോയിങ് ദർ ഷെയർസ് ഇൻ ദ ഫണ്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് ആണ് ഓരോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക. ക്ലിയർ ആണല്ലോ? ദ വാല്യൂ ഓഫ് 1 യൂണിറ്റ് ഈസ് കോൾഡ് നെറ്റ് അസറ്റ് വാല്യൂ. ഒരു യൂണിറ്റിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് ഈ ഒരു യൂണിറ്റിന് പറയുന്ന പേര് നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ NAV എന്നാണ്. ഇത് ഓർത്തിരിക്കണേ. ഇൻവെസ്റ്റേഴ്സ് ഏൺ റിട്ടേൺ ത്രൂ ഡിവിഡന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ആയിട്ട് ഡിവിഡന്റും ഇൻട്രസ്റ്റും ക്യാപിറ്റൽ ഗെയിനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് മാനേജ് ദ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. മ്യൂച്വൽ ഫണ്ട് ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ടു ഡൈവേഴ്സിഫൈ ഈവൻ വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് മണി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പ്രാധാന്യം കൂടുന്നത്? അതായത് മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട്, ഞാൻ അതൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ് അല്ലെ. കാരണം ഞാനാണ് അത് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഡിസിഷൻ എടുക്കുന്നതിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ഞാൻ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആളല്ല, പ്രൊഫഷണൽ അല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ട് ഏജൻസി ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്യും. എന്നിട്ട് അവര് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ വെച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് കുറച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് മറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ഹൂസ് വാല്യൂ ഡിപെൻഡ് ഓൺ അണ്ടർലൈയിങ് അസറ്റ്. ഇതൊരു ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ആണ് കേട്ടോ. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ആണ്. ഈ ഡെറിവേറ്റീവ്സിന് ഒരു വാല്യൂ ഉണ്ട്. അത് എവിടുന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? ഏത് അണ്ടർലൈങ് അസറ്റിനെ വെച്ചിട്ടാണോ ഈ ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്, അതിന്റെ ബേസിലാണ് ഈ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. ഈ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആവാം, വേറെ എന്തെങ്കിലും കമ്മോഡിറ്റീസ് ആവാം, വേറെ എന്തെങ്കിലും കറൻസീസ് ആവാം. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. എന്താണ് ഡെറിവേറ്റീവ്സ് എന്നുള്ളത്? ഞാൻ ഒരു കോൺട്രാക്ട് വേറൊരാളായിട്ട് ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കാം. അതായത് അടുത്ത മാസം ഈ തീയതി ഞാൻ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കോളാം. ഓക്കെ. അതെന്താണ്? ഒരു ഡെറിവേറ്റീവ്സ് ആണ്. കാരണം ഇവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് ആണ്, ഞാനൊരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ എന്താണ് ഡെറിവേറ്റീവ്സിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം? ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് റിസ്ക് ഓർ സ്പെക്കുലേറ്റിംഗ് ടു മേക്ക് പ്രോഫിറ്റ്. അതായത് എന്റെ ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രിഡിക്ഷനിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും ഡെറിവേറ്റീവ്സിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. കാരണം അടുത്ത മാസം ഈ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ്
ഉയരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇന്നൊരു കോൺട്രാക്ട് ചെയ്താണ്, അടുത്ത മാസം ഈ തീയതി ഞാൻ ഇത്ര രൂപയ്ക്ക് ഷെയർ വാങ്ങിക്കോളാം. അപ്പൊ അന്ന് അതിനേക്കാളും കൂടുതലാണ് അതിന്റെ പ്രൈസ് എങ്കിൽ എനിക്ക് ലാഭമാണ്. ഓക്കെ, ഇത് ഓവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണ്ട, എന്താണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നോക്കൂ, കോമൺ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ഇത് പഠിച്ചു വെക്കാം കേട്ടോ. ഏതാണ് ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് ആണ്, ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ആണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്, സ്വാപ്പ് ഉണ്ട്. ഇത് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡെറിവേറ്റീവ്സ് ആണ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ്സ്, സ്വാപ്പ്. ഇൻ എ ഡെറിവേറ്റീവ് യു ഡു നോട്ട് ഓൺ ദ അണ്ടർലൈങ് അസറ്റ്, യു ഓൺലി ഡീൽ വിത്ത് ഇറ്റ്സ് പ്രൈസ് മൂവ്മെന്റ്. അതായത് ഡെറിവേറ്റീവ്സിൽ നമ്മൾ ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങുന്നില്ല, അതിന് പകരം അതിന്റെ പ്രൈസ് മൂവ്മെന്റിലൂടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഡെറിവേറ്റീവ്സ് ക്യാൻ ബി ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ച് ഓർ പ്രൈവറ്റ്ലി. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് ഈ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടാം, അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അത് ട്രേഡ് ചെയ്യപ്പെടാം. ഓക്കെ, ദേ ക്യാൻ ഹെൽപ്പ് പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ഫ്രം പ്രൈസ് ചേഞ്ച്. അതായത് ഷെയർസിന്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രൈസ് ചേഞ്ചിൽ ഉണ്ടാവുന്ന റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. However, derivative can also be risky and leads to big loss if not used carefully. വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കാനാണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെയും റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. നമ്മൾ അത് കെയർഫുള്ളി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തത് ഷെയർ ആണ്, അത് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. രണ്ടാമത്തത് ഡിബഞ്ചർ ആണ്, അത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ബോണ്ടും ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ് നമ്മൾ എന്താന്ന് പറഞ്ഞു. ഇനി ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി? ബോണ്ട്, ഡിബഞ്ചർ, ഷെയർ ഓർ സ്റ്റോക്ക്, ഡെറിവേറ്റീവ്സ്. ഓണർഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ആണ്. ഇതിനടുത്തത്, വാട്ട് ഡസ് എ ബോണ്ട് ഹോൾഡർ റിസീവ് അറ്റ് റെഗുലർ ഇന്റർവെൽ? അതായത് ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന ആള്, ബോണ്ട് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എന്താണ് റിട്ടേൺ ആയിട്ട് കിട്ടുക? എ ഡിവിഡന്റ്, ബി ഫിക്സഡ് ഇൻട്രസ്റ്റ്, സി ബോണസ് ഷെയർസ്, ഡി കമ്മീഷൻ. ഏതാണ്? ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ബോണ്ട് ഹോൾഡേഴ്സിന് കിട്ടുക. ഡിവിഡന്റ് ആർക്കാണ് കിട്ടുക? ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡന്റ് കിട്ടുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്യൂരിറ്റീസ് ഡിറൈവ് ദെയർ വാല്യൂ ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്? അതായത് ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്നും വാല്യൂ ഡിറൈവ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഏതാണ്? അത് ഡെറിവേറ്റീവ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. പിന്നെ അടുത്തത്, മ്യൂച്വൽ ഫണ്ട് ഹോൾഡ്സ് മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ. ഓപ്ഷൻ എ ഓൺലി സ്റ്റോക്ക്, ബി ഓൺലി ബോണ്ട്, സി വേരിയസ് സെക്യൂരിറ്റീസ് ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട് എക്സെട്ര, ഓൺലി ഡീൽ വിത്ത് റിയൽ എസ്റ്റേറ്റ്. മ്യൂച്വൽ ഫണ്ട് ഏജൻസി വേരിയസ് സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, അല്ലെ, ഡിബഞ്ചർ ആവാം, ബോണ്ട് ആവാം, ഏതും ആവാം. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് സമയമാണ് എക്സാം ഉള്ളത്, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.